നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത സ്റ്റേജിലേക്ക് വരുന്ന മെയിൻ ഫാക്ട്സുകളുമാണ്. അപ്പൊ അതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 നമ്മളൊരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 799 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പേപ്പർ നമ്പർ 2 ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും അതിന്റെ എല്ലാം തന്നെ PDF നോട്ട്സും മോഡ്യൂൾ വൈസ് MCQ ടെസ്റ്റ് സീരീസുകളുമാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ തന്നേക്കാം. അതിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മുഴുവൻ വീഡിയോ ക്ലാസ് ആണ്. പേപ്പർ നമ്പർ 2 മാത്രമേ ഉള്ളൂ. GK ടോപ്പിക്സ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നമ്മൾ അവിടെ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്നില്ല. പേപ്പർ നമ്പർ 2 ആണ് എല്ലാവർക്കും സംശയമായിട്ടുള്ളത്. അതുകൊണ്ട് പേപ്പർ നമ്പർ 2 ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഫുൾ വീഡിയോ ക്ലാസ്സുകളും PDF നോട്ടും അത് അനുബന്ധിച്ചിട്ട് വരുന്ന MCQ സീരീസും ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ് ആദ്യം പറയാൻ പോകുന്നത്. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഈ 73ാം ഭേദഗതി എന്താണ് അത് ആദ്യം ഒന്ന് പറയണ്ടേ. 73ാം ഭേദഗതി 74ാം ഭേദഗതി നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. 73ാം ഭേദഗതി എന്താണ്? പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. പഞ്ചായത്തി രാജിന് എന്തു കൊടുത്തുകൊണ്ടാ വന്നത്? ഭരണഘടന സാധുത കൊടുത്തു. ഭരണഘടന സാധുത കൊടുത്ത അമെൻമെന്റ് ആണ് 73ാം ഭരണഘടനാ ഭേദഗതി. 74 എല്ലാവർക്കും അറിയാം, നഗരപാലിക നിയമമാണ് അല്ലെ. ഭരണഘടനാ ഭേദഗതിയിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് നമ്മൾ ഈ 73ാം ഭേദഗതിയെ അറിയപ്പെടുന്നതാണല്ലോ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഈ 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. 1 നാഗാലാൻഡ്, 2 മേഘാലയ, 3 മിസോറാം. ഈ 3 സംസ്ഥാനങ്ങളിലും പഞ്ചായത്തി രാജ് നിയമം ബാധകം അല്ല. ഓക്കെ, ഈ 3 സംസ്ഥാനങ്ങളിലും പഞ്ചായത്തി രാജ് നിയമം നേരിട്ട് ബാധകമല്ല. സോ ഓപ്ഷൻ ഏതാണ്? 1, 2, 4. 1, 2, 4 ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്? ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 1993 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 നമ്മൾ ആഘോഷിക്കാറുണ്ട്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രീവിയസ് ചോദ്യമാണ്. ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും താഴെ ആണല്ലോ. അപ്പൊ ഏറ്റവും മുകളിലത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജില്ലാ പഞ്ചായത്താണ്. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത്. ഇനി ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തിനകത്ത് നടുക്കാര എല്ലാവർക്കും അറിയാം, ബ്ലോക്ക് പഞ്ചായത്ത്. അറിയാവുന്നത് പറഞ്ഞ് ഞാൻ നേരം കളയുമല്ല, ജസ്റ്റ് ഒന്ന് പറയുക. ഇതാണ് പഞ്ചായത്തി രാജിന്റെ ഒരു സിസ്റ്റം. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയിലെ ത്രിതല സംവിധാനം ചോദിച്ചാൽ ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ആരാ? ജനങ്ങളാണ് അല്ലെ, ജനപ്രതിനിധികളാണ് അവര്. സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവ് എത്രയാണെന്ന് ചോദിക്കാം. 6 മാസമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഒരു പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതുതായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവുണ്ട്. ഇത്ര നാൾക്കകം കാലയളവ് കൊടുത്തിട്ടുണ്ട്. 6th മന്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ഇനി 11ാം പട്ടികയിലാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ് പട്ടിക? ഷെഡ്യൂള് 11 29 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. 29 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരമാണ്. ചോദിക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭു നടത്തിയ വിളംബരമാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നോക്കിക്കേ, നമ്മുടെ കേരളത്തിലും മറ്റു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് സ്ത്രീകളുടെ പെർസെന്റേജ് എത്ര ആയിരിക്കണമെന്നാ പറയുന്നത്? 73ാം ഭേദഗതി പ്രകാരം അത് 3-ൽ 1 സീറ്റ് സ്ത്രീകൾക്ക് ഒഴിച്ചിടണമെന്നാ പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എത്രയാ? അത് പകുതിയിൽ കൂടുതൽ 50% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലും മറ്റു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വനിതാ പ്രാതിനിധ്യം എത്രയാണ്? 50%. 73ാം ഭരണഘടനാ ഭേദഗതിയിൽ എത്ര വേണമെന്ന 3-ൽ 1 എന്നാണ്
പറഞ്ഞിരിക്കുന്നത്. ഇനി ഗോത്രവർഗ പ്രദേശങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, അതിലേക്ക് വരുമ്പോ ഗോത്രവർഗ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് സമ്പ്രദായത്തിന്റെ വ്യവസ്ഥകൾ ഈ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിച്ചുകൊണ്ട് ഒരു പ്രത്യേക നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. 1996 എന്താ പറഞ്ഞത്? ഗോത്രവർഗ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് സമ്പ്രദായത്തിന്റെ വ്യവസ്ഥകൾ ഇവിടെ കൂടെ ഗോത്ര സമൂഹത്തിൽ കൂടെ വ്യാപിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക നിയമം ഇറക്കിയ വർഷം 1996 സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതാരാ? സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാ? 21 വയസ്സാണ്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കാലാവധി എല്ലാവർക്കും ഒരേ 5 വർഷമാണ്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി, ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. സെൻ കമ്മിറ്റിയാണ് ഡീസെൻട്രലൈസേഷനെ പറ്റിയിട്ട് പഠിക്കാൻ വന്നത്. സെൻ കമ്മിറ്റിയാണ് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് കേരളത്തിൽ പഠിച്ചത്. സെൻ കമ്മിറ്റിയാണ്. പിന്നെ നമുക്കറിയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ പഞ്ചായത്തി രാജിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ എത്രാം പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9ാം പാർട്ടിലാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ എവിടെയായിരുന്നു സ്ഥാപിതമായത്? 1668. ഇപ്പോഴത്തെ ചെന്നൈ, പണ്ടത്തെ മദ്രാസിലാണ്. എവിടെയാണ് ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ? എവിടെയാണ്? മദ്രാസിലാണ്, 1668. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കമ്മിറ്റികളൊക്കെ ഉണ്ട്. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികൾ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അത് ടേബിൾ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും വർഷം. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 1963 സന്താനം കമ്മീഷൻ. 1964 സാദിഖ് അലി കമ്മീഷൻ. ഓക്കെ, 57 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അത് നമ്മളോട് സ്ഥിരം ചോദിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ഇടയ്ക്ക് 2 ആൾക്കാരോട് ഓർക്കുക. 63 സന്താനം കമ്മീഷൻ, അതുപോലെ 64 സാദിഖ് അലി കമ്മീഷൻ. അടുത്തത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1977 ഏതാ? അശോക് മേത്ത കമ്മിറ്റി. അപ്പൊ ഇതുമാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്, അല്ലെ? അശോക് മേത്ത കമ്മിറ്റി. അടുത്തതും നമുക്കറിയാം 1986 LM സിംഗ്വി കമ്മിറ്റി. അതിനുശേഷം 88 ഏതാ? തുങ്കൻ, അല്ലെ? തുങ്കൻ കമ്മീഷൻ. ഏറ്റവും അവസാനം 88 തന്നെ ഗാഡ്ഗിൽ. ഇതിനകത്ത് വർഷം വെച്ച് ചോദിക്കും, അത് കൃത്യമായിട്ട് ഓർക്കുക. 1957 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, അത് കഴിഞ്ഞ് അശോക് മേത്ത കമ്മീഷൻ 1977, LM സിംഗ്വി കമ്മിറ്റി 1986, PK തുങ്കൻ കമ്മീഷൻ 1988, VN ഗാഡ്ഗിൽ കമ്മീഷൻ 1988 തന്നെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തു എന്ന് പറയുന്നില്ല, എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 27, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പൊ 2 വർഷമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ഡേറ്റ്, നവംബർ 26, 1949. അംഗീകരിച്ചത് ജനുവരി 26, 1950. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ആമുഖത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്ന് പറയാം. ആമുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖം. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് ഇത്, 1949 നവംബർ 26 എന്ന് പറയുന്നത്. 1949 നവംബർ 26 എന്ന് പറയുന്നത്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അതായത് രാഷ്ട്രം പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഉറപ്പ് കൊടുക്കേണ്ട ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ആമുഖത്തെ ഭേദഗതി വരുത്തിയത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42ാം അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. അതുപോലെ നമുക്ക് ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ചോദ്യമായിട്ട് വന്നത്, അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു, അവർക്ക് തെറ്റിപ്പോയായിരുന്നു. മിനി റിവിഷൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്, മിനി റിവിഷൻ എന്നുള്ള രീതിയിലാണ് വന്നത്. തൊട്ട് താഴെ കിടപ്പുണ്ട്. അപ്പം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ആർട്ടിക്കിൾ
2. ഇതിനെ നമ്മൾ 1976 42 അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത്, അല്ലയോ? ഇനി ഈ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട കേസ് സ്ഥിരമായിട്ട് ചോദിക്കും. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമേ അല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാ? ബറുബറി കേസാണ്. ബറുബാറി കേസ്. വർഷം 1960. ആമുഖം ഒരു അവിഭാജ്യ ഘടകം അല്ല എന്ന് പറഞ്ഞത് ബറുബറി കേസ് 1960-ലാണ്. ഇനി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചിട്ട് അതിനകത്ത് അമെന്റ്മെന്റ് നടത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേശവാനന്ദ ഭാരതി കേസ് 1973. കേശവാനന്ദ വേഴ്സസ് കേരള സ്റ്റേറ്റ്. ഇതിപ്പോ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം കേട്ടോ. കേശവാനന്ദ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി ആദ്യമായി പറഞ്ഞത് ഈ ഒരു കേസിലാണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പം ഇത് കൃത്യമായിട്ട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ചോദ്യ പേപ്പറിൽ. 1973-ലാണിത്. കേശവാനന്ദ ഭാരതിയും കേരള സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കേസിനകത്താണ് ഭരണഘടന എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ബേസിക് സ്ട്രക്ചർ തിരുത്താതെ, അതായത് ബേസിക് ആയിട്ട് വരുന്ന ആ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അതുപോലെ ഓർത്തു വെച്ചേക്കാം, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും സുപ്രീം കോടതി ഒരു വട്ടവും കൂടെ പ്രഖ്യാപിച്ച ഒരു കേസുണ്ട്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995 പിന്നീട് ഒന്നുകൂടെ പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണെന്നും കൃത്യമായിട്ട് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും പറഞ്ഞ രണ്ടാമത്തെ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യയും LICയും തമ്മിലുള്ള കേസ് 1995-ലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 28 അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനകത്ത് സംശയം വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്ന അതിനുള്ള വകുപ്പ് ഏതാണെന്നാണ് ചോദ്യം, അല്ലെ? വകുപ്പ് ഏതാണ് വകുപ്പ്? ആർട്ടിക്കിൾ നമ്പർ 356, ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 356 അനുസരിച്ച് രാഷ്ട്രപതി ഭരണം അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ, ഇതിനെ വിളിക്കുന്ന പേരാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കും. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന ഗവർണർ, ചീഫ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും അപ്പം നടത്തപ്പെടുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ അധികാരത്തിൽ മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. ഒന്നുകൂടെ പറയാം. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. എപ്പോഴാ? ഭരണഘടനാ സംവിധാനത്തിന് പരാജയം സംഭവിക്കുമ്പോൾ. അപ്പൊ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തില് സംസ്ഥാന ഗവർണറും ചീഫ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും നടത്തപ്പെടുന്നത്. ഹൈക്കോടതിയുടെ അധികാരത്തിന് വ്യത്യാസം വരുമോ? ഇല്ല. അത് പഠിച്ചു വെച്ചേക്കാം. ഇനി നോക്കിക്കേ, രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 2 മാസമാണ് സമയം. 2 monthsനുള്ളിൽ ആരംഗീകരിക്കണം? പാർലമെന്റ് അംഗീകരിക്കണം. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി എത്ര വർഷം? 3 വർഷം വരെ നീട്ടാൻ പറ്റത്തുള്ളൂ. അനുച്ഛേദം 356 ഇന്ത്യൻ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെടുവാണെങ്കിൽ ആർട്ടിക്കിൾ 356 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക. അത് 356 ആണ് ആർട്ടിക്കിൾ. ഇനി കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ പരാജയപ്പെടുവോ അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 365 പ്രകാരം അത് പ്രഖ്യാപിക്കാം. അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷിക്കും വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കാതിരുന്നാൽ, അതുപോലെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും കഴിയാതെ വന്നാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. ഇപ്പൊ നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമായി മാറുകയും പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ ആ സംസ്ഥാനത്തും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. ഓക്കെ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറയാം.
ആർട്ടിക്കിൾ 356 എന്ന് പറയുമ്പോൾ ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം കൊണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു. ആ സമയത്ത് ഹൈക്കോടതിയുടെ അധികാരത്തിന് മാത്രം മാറ്റമൊന്നുമില്ല. ഇനി മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രപതി ഭരണം വരണമെങ്കിൽ? ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ 356, പിന്നെ 365 പ്രകാരം കേന്ദ്രം കൊടുക്കുന്ന ഒരു നിർദ്ദേശം പാലിക്കപ്പെടാൻ സർക്കാർ പരാജയപ്പെട്ടു അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല, 365 പ്രകാരം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടു കൂട്ടർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല, രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാം, അല്ലെങ്കിൽ നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമാവുകയും പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. സോ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.